വിസ്മയം എന്ന കഥയുടെ തുടർഭാഗം. വിസ്മയയുടെ കിടപ്പ് കണ്ട് വാസുദേവൻ്റെ മുഖം വാടി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീഴുന്നത് ആരും കാണാതിരിക്കാൻ പാടുപെടുന്നതും അയാൾ കണ്ടു. അയാൾ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, അല്പം തൊലി പൊട്ടിയതേയുള്ളൂ, പേടിക്കാനൊന്നുമില്ല, ഇന്ന് തന്നെ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞതാണ്. എങ്കിലും വണ്ടി തട്ടിയതല്ലേ, ഒരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് ഡോക്ടർ പിന്നീട് പറഞ്ഞതുകൊണ്ടാണ്. അതിനുശേഷം അയാൾ ചോദിച്ചു വാസുദേവനോട്, നിങ്ങൾ ഈ കുട്ടിയുടെ ആരാണ്? വാസുദേവൻ പറഞ്ഞു, ഞാൻ ആരുമല്ല, വെറുമൊരു അനാഥൻ. എന്നെപ്പോലെ തന്നെയുള്ള ഒരു കുട്ടിയാണ് ഈ കിടക്കുന്നതും. ഞങ്ങൾ തുല്യ ദുഃഖിതരാണ്. ഈ കുട്ടിയുടെ വീട്ടിലാണ് ഞാനും കിടന്നുറങ്ങുന്നത്. അതിനുശേഷം വാസുദേവൻ ചോദിച്ചു, താങ്കൾ ആരാണ്? എൻ്റെ പേര് ആകാശ് മേനോൻ. ഈ സിറ്റിയിലെ പോലീസ് കമ്മീഷണറായി ചാർജ് എടുക്കുവാൻ വന്നതാണ്. വഴി അത്ര പരിചയം തോന്നിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പെട്ടെന്ന് വാസുദേവൻ ഞെട്ടിപ്പോയി. തൻ്റെ മുൻപിൽ ഇരിക്കുന്ന ആൾ നിസ്സാരക്കാരനല്ല, ഒരു പോലീസ് ഓഫീസറാണ്. വാസുദേവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബഹുമാനമൊന്നും ഇവിടെ വേണ്ട, ഇവിടെ ഞാനൊരു സാധാരണക്കാരനാണ്. ആകാശിൻ്റെ എളിമതയും ബഹുമാനവും വാസുദേവനെ അത്ഭുതപ്പെടുത്തി. ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള കുട്ടികളുണ്ടോ? കൂടി വന്നാൽ ഒരു 25 വയസ്സ് കാണും, അതിൽ കൂടുതൽ ഒട്ടും വരില്ല. കണ്ടാലോ നല്ല കുലീനത്വമുള്ള ഒരു പയ്യൻ, നല്ല ജോലി. അഹങ്കരിക്കാനാണെങ്കിൽ ഇതിൽ കൂടുതൽ ഒന്നും തന്നെ വേണ്ട. ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കെ വിസ്മയ ഉണർന്നു. വിസ്മയ വാസുദേവനെ കണ്ടു, ചാടി എഴുന്നേറ്റു. എന്നിട്ട് അവൾ പറഞ്ഞു, വാസുവേട്ട, നമുക്ക് പോകാം. ഇന്ന് പോകണോ മോളെ? ഇന്നിവിടെ കിടക്കാൻ ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നാളെ പോയാൽ പോരെ? ഉടൻ തന്നെ വിസ്മയ പറഞ്ഞു, പോരാ, നമുക്ക് ഇന്ന് തന്നെ പോകണം. അതിന് തക്കതായിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ക്ഷീണമെല്ലാം മാറി. ഇന്നത്തെ ക്ലാസ്സും മുടങ്ങി. നാളെയെങ്കിലും കോളേജിൽ പോകണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ ആകാശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറയാം. ആകാശ് നഴ്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ ഡോക്ടറോട് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങി. വിസ്മയ ആകാശിനോട് നന്ദിയും ഒപ്പം താൻ മൂലം താങ്കൾക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ക്ഷമയും പറഞ്ഞു. അത് കേട്ട് ആകാശ് പറഞ്ഞു, ഞാൻ കുട്ടിയോടാണ് ക്ഷമ പറയേണ്ടത്. കാരണം കുട്ടിയുടെ ഒരു ദിവസം ഞാൻ മൂലം നഷ്ടപ്പെട്ടു. എനിക്കതിൽ വിഷമമുണ്ട്. അത് കേട്ട് വിസ്മയ പറഞ്ഞു, അത് സാരമില്ല, വരാനുള്ളത് വന്നുകൊണ്ടേയിരിക്കും, അത് ആർക്കും തടുക്കാനാവില്ല എന്ന് പറഞ്ഞു. അവൾ വാസുദേവനോടൊപ്പം പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ആകാശ് അദ്ദേഹത്തിൻ്റെ കാറ് കിടക്കുന്നിടത്തേക്ക് ചെന്ന് കാറെടുത്ത് അവരെ വീട്ടിലെത്തിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കാറ് തിരിച്ചെടുക്കുമ്പോൾ കണ്ടു, ആശുപത്രി മുറ്റത്ത് കിടന്ന ഒരു ഓട്ടോയിൽ കയറി അവർ പോകുന്നു. ഒരു നിമിഷം ആകാശ് ഓർത്തു, ഇങ്ങനെയുമുണ്ടോ മനുഷ്യർ ഇന്നത്തെ കാലത്ത്? ഒരു ചെറിയ സൈക്കിൾ തട്ടിയാൽ പോലും ഒരു മാസത്തേക്ക് ചിലവിന് ചോദിക്കുന്ന മനുഷ്യരുടെ ലോകമാണിത്. ആരെയും എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്ന് ചിന്തിക്കുന്നവർ. അങ്ങനെയുള്ള ഈ ലോകത്ത് ഇങ്ങനെയും ചിലർ. ആകാശിന് വല്ലാത്ത ഒരു നഷ്ടബോധം തോന്നി. അവരെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ സാധിക്കാത്തതിൽ അദ്ദേഹം വിഷമിച്ചു. വണ്ടി തനിക്ക് പോകേണ്ട ദിശയിലേക്ക് തിരിച്ചെടുത്ത് പോകുമ്പോഴേ അയാൾ ചിന്തിച്ചത് മുഴുവൻ വിസ്മയെക്കുറിച്ചായിരുന്നു. അത്ഭുതപ്പെടുത്തുന്നു ആ പെൺകുട്ടി. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരും കുടുംബാംഗങ്ങളും ഉണ്ടെങ്കിലും വഴിതെറ്റി സഞ്ചരിക്കുന്നവരാണ് ഏറെ കുട്ടികളും. അങ്ങനെയുള്ള ഈ കാലത്ത് തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ മീൻ വിറ്റ് ജീവിക്കുന്ന പെൺകുട്ടി. ജാതിയും മതവും ഒന്നും ജീവിതമാർഗത്തിനൊരു തടസ്സമല്ല. കാരണം വിശപ്പിന് വിളി എല്ലാവർക്കും ഒരുപോലെ തന്നെ. എങ്കിലും ആ കുട്ടിയുടെ കഥ വളരെ വിചിത്രമായിപ്പോയി. ആ കുട്ടിയുടെ സ്വഭാവമാണ് നാം അംഗീകരിക്കേണ്ടത്. ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരുടെയും സിമ്പതി പിടിച്ചു പറ്റാനോ അവൾ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ പേര് ചോദിക്കുകയോ താൻ എവിടെ നിന്ന് വന്നെന്നതിനെക്കുറിച്ച് ഒന്നും അവൾ ആരാഞ്ഞില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെ തന്നെ വേണം പെൺകുട്ടികളായാൽ. എങ്കിലും ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവൾ കണ്ടെത്തിയ കൂട്ടുകാരനും അവളെപ്പോലെ തന്നെ അഭിമാനവും കളയാതെ ജീവിക്കുന്നവരാണ്. സത്യത്തിൽ ആക്സിഡൻറ്റിലൂടെയാണേലും അവരെ പരിചയപ്പെടാൻ സാധിച്ചത് തൻ്റെ ഭാഗ്യമായി ആകാശിന് തോന്നി. അവരോട് ഉള്ളിൽ എന്തോ ഒരടുപ്പം തോന്നി. തൻ്റെ ആരുമല്ല എങ്കിലും അപ്പോഴാണ് ആകാശ് ഓർത്തത്, അവരുടെ വീട്ടുപേരോ താമസ സ്ഥലമോ താൻ അന്വേഷിച്ചില്ലല്ലോ എന്ന കാര്യം. അയാൾക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നി. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനെന്തൊരു മണ്ടനാണ്. ഞാൻ ഈ സിറ്റി പോലീസ് കമ്മീഷണറല്ലേ, അത് കണ്ടുപിടിക്കാനാണോ പാട്? വണ്ടി അപ്പോഴേക്കും ഓഫീസിലെത്തി. വീണ്ടും ആകാശ് ജോലി കാര്യാദികളിൽ മുഴുകി. വിസ്മയ വീണ്ടും തൻ്റെ ജീവിത കാര്യങ്ങളിലേക്കും തിരിഞ്ഞു. വീട്ടിൽ വന്നയുടനെ തന്നെ വിസ്മയ വാസുദേവനോട് തൻ്റെ സൈക്കിളിൻ്റെ കാര്യമാണ് ആദ്യം അന്വേഷിച്ചത്. വാസുദേവൻ അവളോട് പറഞ്ഞു, ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ഒരു കുഴപ്പവുമില്ല, മോളെ പേടിക്കണ്ട. എന്തിനും ഏതിനും ഈ വാസുവേട്ടനുണ്ട് കൂട്ടിന് എന്നോർക്കൂ. വാസുവിൻ്റെ ആ വാക്കുകൾ വിസ്മയയ്ക്ക് ഊർജം പകർന്നു. പിറ്റേന്ന് വിസ്മയയ്ക്ക് അവധിയായിരുന്നു. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പായിരുന്നു. വിസ്മയയ്ക്ക് ആർക്കും വോട്ട് കൊടുക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവൾ കോളേജിൽ പോയില്ല. എന്നും പിറ്റേന്ന് രാവിലെ തന്നെ ഉണർന്നു. പതിവ് പോലെ ചന്തയിലേക്ക്, അതിനുശേഷം മീനുമായി തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വന്ന് വിൽപ്പന തുടങ്ങി. മീൻ ഏകദേശം മുഴുവനും തീർന്നു എന്ന് തന്നെ പറയാം. അവൾ പതിവ് പോലെ
സൈക്കിളും കുട്ടയും കഴുകി വീട്ടിലേക്ക് വന്നു. അവൾ വരുന്ന വഴി വാസുദേവൻ്റെ മാടക്കടയിൽ കയറി. അയാൾ അവളോട് പറഞ്ഞു, വീട്ടിൽ ചെന്ന് മുറിവിൽ മരുന്ന് വെച്ച് കെട്ടണം. അപ്പോഴാണ് അവൾ അക്കാര്യം ഓർത്തത്. അവൾ മുറിവ് അഴിച്ചപ്പോൾ വല്ലാത്ത വേദന തോന്നി. മുട്ടായതുകൊണ്ടായിരിക്കും. സൈക്കിളിൽ ചവിട്ടുകയും കൂടി ചെയ്തപ്പോൾ മുറിവ് വീണ്ടും അനങ്ങി. എന്തായാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തലയിലെടുത്ത് മായ്ച്ചാൽ മായില്ലല്ലോ. മുറിവ് കഴുകിക്കെട്ടി അതിനുശേഷം വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാതിൽക്കൽ ഒരു ശബ്ദം. ഇവിടെ ആരുമില്ലേ? വിസ്മയോർത്ത് പരിചിതമല്ലാത്ത ശബ്ദമാണ്. വാസുദേവനെ എപ്പോഴും പറയും വാതിലടച്ചിടണം കുട്ടി തന്നെ ഉള്ളപ്പോൾ. അവൾ ഏതായാലും ആരാണെന്ന് നോക്കാം. വാതിൽക്കൽ ചെന്നു. നോക്കിയപ്പോൾ ഒരാൾ പുറംതിരിഞ്ഞ് പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് നിൽക്കുന്നു. ആരാ? വിസ്മയെ ചോദിച്ചു. അയാൾ തിരിഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, തന്നെ വണ്ടി ഇടിപ്പിച്ച ആൾ. അപ്പോഴാണ് അവൾ ഓർത്തത് താൻ പേര് പോലും ചോദിച്ചില്ലല്ലോ എന്ന കാര്യം. അവൾക്ക് ജാള്യത തോന്നി. എങ്കിലും പുറത്ത് ഭാവിക്കാതെ അവൾ പറഞ്ഞു, ആ സാർ ആയിരുന്നോ? അതെ, ആകാശ് പറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. അതെന്താ സാർ? അല്ല, തൻ്റെ നോട്ടം കണ്ടാലറിയാം. അവൾ അപ്പോഴും അങ്ങനെ തന്നെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആകാശ് പറഞ്ഞു, ഹേ വിസ്മയ, ഒന്നിരിക്കാനെങ്കിലും പറയടൂ. അപ്പോഴാണ് അവളോർത്ത് താൻ അതുപോലും പറഞ്ഞില്ലല്ലോ എന്ന്. പെട്ടെന്ന് അവൾ പറഞ്ഞു, സാർ കയറിയിരിക്കൂ. ആകാശ് വരാന്തയിൽ കിടന്ന ഒരു കസേരയിലിരുന്നു. അവൾ ആലോചിച്ചു, സത്യത്തിൽ പേര് ചോദിക്കാതിരുന്നത് തെറ്റായിപ്പോയി. അവൾ ഒട്ടും മടിച്ചില്ല. സാർ, അന്നത്തെ അവസ്ഥയിൽ എനിക്ക് പേര് ചോദിക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം. സാറിൻ്റെ പേരെന്താണ്? ആകാശിന് ചിരി വന്നുവെങ്കിലും അയാൾ ചോദിച്ചു, വിസ്മയ ഇതുതന്നെയാണോ ആലോചിച്ചുകൊണ്ട് ഇത്രയും സമയം നിന്നത്? ഞാനോർത്തു വിസ്മയക്ക് എന്നോട് ദേഷ്യമാണ്, എന്നെ തുറിച്ചു നോക്കി ഉള്ള നിൽപ്പ് കണ്ട്. എങ്കിലും താൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. എൻ്റെ പേര് ആകാശ് മേനോൻ. എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ടൗണിലാണ്. ഇവിടെ എന്തിനു വന്നു? അവൾ ചോദിച്ചു. ഞാൻ ഈ സിറ്റിയുടെ പോലീസ് കമ്മീഷണറാണ്. അത് കേട്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ മുറ്റത്തൊരു മൂലയിൽ നിൽക്കുന്ന തൈത്തെങ്ങിൽ നിന്ന് ഒരു കരിക്ക് വെട്ടി ആകാശിന് നൽകി. അയാളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചോദിച്ചു, ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? ഉടനെ ആകാശ് പറഞ്ഞു, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.